45 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുപ്രസിദ്ധ വെടിവെപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദിവസങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ അരങ്ങേറിയത്. 1981 മാർച്ച് 30-ന് അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് റീഗന് നേരെ വധശ്രമം ഉണ്ടായത് ഹോട്ടലിന്റെ മുന്നിൽ വെച്ചാണ്. അന്ന് റീഗനാണെങ്കിലും ഇന്ന് ട്രംപാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ് ലോകം ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തികളിൽ ഒരാളായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുറ്റും ഒരു അദൃശ്യമായ കോട്ട തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഏതൊരു ശത്രുവിനെയും അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കൻ സീക്രട്ട് സർവീസ് നിയന്ത്രിക്കുന്ന ഈ സുരക്ഷാ വലയത്തിൽ മനുഷ്യകവചങ്ങൾ മുതൽ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുണ്ട്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. സീക്രട്ട് സർവീസ്. പ്രസിഡന്റിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സീക്രട്ട് സർവീസ് ഏജന്റുകളാണ്. കറുത്ത സ്വീറ്റും സൺഗ്ലാസും ധരിച്ചെത്തുന്ന ഇവർ വെറുമൊരു അംഗരക്ഷകർ മാത്രമല്ല, അത്യാധുനിക യുദ്ധമുറകളിലും ആയുധ പ്രയോഗങ്ങളിലും വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണിവർ. പ്രസിഡന്റിന് നേരെ ഒരു ആക്രമണമുണ്ടായാൽ സ്വന്തം ശരീരം കവചമാക്കി അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഇവർ ബാധ്യസ്ഥരായിട്ടുള്ളത്. ദി ബീസ്റ്റ്. ഡൊണാൾഡ് ട്രംപ് സഞ്ചരിക്കുന്ന ഔദ്യോഗിക കാറായ ദി ബീസ്റ്റ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനമാണ്. ഏകദേശം 8 ഇഞ്ച് കനമുള്ള കവചിത പാളികളാണ് ഇതിനുള്ളത്. വെടിയുണ്ടകളോ ബോംബ് സ്ഫോടനങ്ങളോ ഈ വാഹനത്തെ തകർക്കില്ല. രാസായുധം ആക്രമണമുണ്ടായാൽ ഉള്ളിലുള്ളവരെ സംരക്ഷിക്കാൻ സീൽ ചെയ്ത ക്യാബിനും പ്രത്യേക ഓക്സിജൻ സപ്ലൈയും ഉണ്ടതിന്. പ്രസിഡന്റിന്റെ രക്തഗ്രൂപ്പിലുള്ള രക്തം എപ്പോഴും ഈ കാറിൽ കരുതിയിരിക്കും. എയർഫോഴ്സ് 1. ആകാശത്തെ വൈറ്റ് ഹൗസ് എന്നാണ് ട്രംപിന്റെ വിമാനം അറിയപ്പെടുന്നത്. ഏത് മിസൈൽ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ജാമറുകളും മറ്റ് സംവിധാനങ്ങളും ഇതിലുണ്ട്. ഒരു ആറ്റോമിക് സ്ഫോടനം നടന്നാൽ പോലും അതിന്റെ തരംഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ വിമാനത്തിന് സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ. ആധുനിക കാലത്ത് ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളും ഭീഷണിയായതോടെ സുരക്ഷാ സംവിധാനങ്ങളിൽ AI ഇടം പിടിച്ചു കഴിഞ്ഞു. തത്സമയ നിരീക്ഷണത്തിനും മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയ്ക്കും സംശയാസ്പദമായ നിരീക്ഷണങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും AI അധിഷ്ഠിത ക്യാമറകൾ സഹായിക്കുന്നു. കൗണ്ടർ സ്നൈപ്പർ ടീം. പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഏത് പൊതുപരിപാടിയിലും കെട്ടിടങ്ങളുടെ മുകളിൽ അത്യാധുനിക ടെലിസ്കോപ്പിക് തോക്കുകളുമായി സ്നൈപ്പർമാർ നിലയുറപ്പിക്കും. കിലോമീറ്ററുകൾ അകലെയുള്ള ഭീഷണി പോലും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും. ഇന്റലിജൻസ് നെറ്റ്വർക്ക്. ട്രംപ് എവിടേക്ക് യാത്ര ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ സീക്രട്ട് സർവീസ് അവിടെ സന്ദർശിക്കുകയും ലോക്കൽ പോലീസുമായി ചേർന്ന് സുരക്ഷാ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും. സൈബർ ലോകത്തെ ഭീഷണികൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത വിരുന്നിനിടെ ഉണ്ടായ വെടിവെപ്പ് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ വീണ്ടും സംശയനിഴലിലാക്കിയിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ പഴുതടച്ച സംവിധാനങ്ങൾ മറികടന്ന് വെടിവെപ്പുണ്ടായത് അതീവ ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തെ തുടർന്ന് സീക്രട്ട് സർവീസ് ഏജൻസിക്ക് എതിരെ രാജ്യാന്തര തലത്തിൽ കടുത്ത വിമർശനവും ഉയരുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് പരിസരത്ത് വെടിയൊച്ച കേട്ടത്. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വലയം ചെയ്യുകയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. വെടിവെപ്പ് നടത്തിയ ആളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇയാളെ സുരക്ഷാ സേന കസ്റ്റഡിയിൽ എടുത്തു. മുൻപും ട്രംപിന് നേരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ പുതിയ സംഭവം അമേരിക്കൻ ഭരണകൂടത്തെ നടുക്കിയിട്ടുണ്ട്. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ വലയത്തിലുള്ള ഒരു നേതാവിന് നേരെ എങ്ങനെ ഇത്തരമൊരു നീക്കം ഉണ്ടായി എന്നത് ദുരൂഹവുമാണ്. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവും ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ട്രംപിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവും നിരീക്ഷണ സംവിധാനങ്ങളെ പിഴവുമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന കടുത്ത ധ്രുവീകരണമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ട്രംപിന്റെ സുരക്ഷാ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ സംഭവം കാരണമായേക്കാം. പ്രസിഡന്റിന്റെ എല്ലാ പൊതുപരിപാടികളുടെയും സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കും. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് എതിരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ തോക്കുമായി ഒരാൾ പ്രവേശിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. ലോക നേതാക്കൾ സംഭവത്തിൽ ആശങ്കയും രേഖപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സീക്രട്ട് സർവീസസിന് വീഴ്ച പറ്റിയെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ US കോൺഗ്രസ് ഈ വിഷയത്തിൽ വിചാരണ നടത്തിയേക്കും. ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.